അസ്സലാമു അലൈക്കും. കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൻ്റെ കച്ചി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെക്കുറിച്ച് അരി, ഉപ്പ്, മുളക് എന്നിവയെക്കുറിച്ചുള്ള ക്ലാസ്സായിരുന്നു. ആ ക്ലാസ്സിൻ്റെ കമൻസ് കോളത്തിൽ പല ആളുകളും ആ ക്ലാസ്സിൽ ഞാൻ പറയാത്ത കുറേ വാക്കുകൾ കൂടി അവർ പറഞ്ഞ് തരികയുണ്ടായി. അപ്പോൾ അത്രയും ഐറ്റംസും കൂടി നമുക്ക് പഠിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അവരോടൊക്കെ നന്ദി. പുതിയ ഐറ്റംസ് പറഞ്ഞ ആളുകളിൽ ഇബ്രാഹിം സേട്ട്, സീമ സേട്ട്, ഖലീൽ സേട്ട്, ലുക്മാൻ സേട്ട് എന്നിവരൊക്കെയാണ് പുതിയ വാക്കുകൾ പറഞ്ഞത്. അവർ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം. ഇബ്രാഹിം സേട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ഒരു മെമ്പറാണ്. ഇബ്രാഹിം സേട്ട് പറഞ്ഞ് കിരാനേജ് ദുക്കാനിന് പകരം ചോക്ക മസാലേജ് ദുക്കാൻ എന്ന് നമുക്ക് പറയാമെന്ന് ഇബ്രാഹിം സേട്ട് പറഞ്ഞു. കിരാനേജ് ദുക്കാനിന് പകരം ചോക്ക മസാലേജ് ദുക്കാൻ. അതുപോലെ തേൽ എന്ന് മാത്രമേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നുള്ളൂ. അത് എന്ത് തേലാണെന്ന് വ്യക്തമാക്കി പറഞ്ഞില്ല. അപ്പോൾ തേൽ നമുക്ക് വെളിച്ചെണ്ണയാവാം, നല്ലെണ്ണയാവാം. അപ്പോൾ അദ്ദേഹം തേലിന് ടോപ്രേജോ തേൽ വെളിച്ചെണ്ണ, ടോപ്രേജോ തേൽ വെളിച്ചെണ്ണ, മീട്ടോ തേൽ നല്ലെണ്ണ, ടോപ്രേജോ തേൽ വെളിച്ചെണ്ണ, മീട്ടോ തേൽ നല്ലെണ്ണ എന്ന് പറയും. അതുപോലെ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഘീ നെയ്യ്. അത് നെയ്യ് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഘീ നെയ്യ്, നെയ്യിനെ ഘീ എന്ന് പറയുന്നത്. പിന്നെ കുരുമുളകിനെ കുറിച്ച് കാരിമിർച്ചി, കാരോ മിർച്ചി, കുരുമുളക്. പിന്നെ അടുത്ത അക്ഷരം വാക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡൂങ്കിരി, ഉള്ളി. ഡൂങ്കിരി, 2 ഡൂങ്കിരി ഉണ്ട്. ചെറിയ ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്. വലിയ ഉള്ളിയിൽ വഡ്ഡി ഡൂങ്കിരി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വലിയ ഉള്ളി വഡ്ഡി ഡൂങ്കിരി, അതായത് സവാള. മറ്റേ ഡൂങ്കിരി ചെറിയ ഉള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളി, ചുവന്നുള്ളി, ഡൂങ്കിരി. പിന്നെ വേറൊരു വാക്ക് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗുഡ് എന്ന് പറഞ്ഞാൽ ശർക്കര. അപ്പോൾ ഖലീൽ സേട്ട് കൊല്ലത്തു നിന്നാണ് അദ്ദേഹം തോന്നുന്നു. ഖലീൽ സേട്ട് ചോദിക്കുന്നത് കരിപ്പട്ടിയുണ്ട്, ശർക്കരയുണ്ട്. അപ്പം കരിപ്പട്ടിക്ക് എന്ത് പറയും, ശർക്കരയ്ക്ക് എന്ത് പറയും? ഈ കരിപ്പട്ടി എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിലുള്ളവരാണ് കരിപ്പട്ടി എന്നതുമായി ഉപയോഗിക്കുന്നത്. അത് കറുത്ത നിറത്തിലുള്ള ചക്കര എന്ന് കൊച്ചി ഭാഗത്തതിന് ചക്കര എന്ന് പറയും. മറ്റേതാണ് ശർക്കര. അപ്പോൾ അതിന് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗുഡ് എന്ന് എഴുതിയിരിക്കുന്നത് കരിപ്പട്ടിയാണ്. ഗുഡ് എന്നാണ് ഇബ്രാഹിം സേട്ട് എഴുതിയിരിക്കുന്നത്. ഗുഡ് എന്ന് പറഞ്ഞാൽ കരിപ്പട്ടിയാണ്. ഖലീൽ സേട്ട് എഴുതിയിരിക്കുന്നത് ചോദിച്ചത് കാണിക്കുന്നതാണ് ഗുഡ് എന്ന് പറഞ്ഞാൽ കരിപ്പട്ടിയാണോ എന്ന്. അത് കരിപ്പട്ടിയാണെന്ന് ഇബ്രാഹിം സേട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ സെൽദീജോ ഗുഡാണ് ശർക്കര എന്നാണ് ഇബ്രാഹിം സേട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ശർക്കര എന്ന് പറഞ്ഞാൽ സെൽദീജോ ഗുഡ്, വെറും ഗുഡ് എന്ന് പറഞ്ഞാൽ കരിപ്പട്ടി. അപ്പോൾ ശർക്കരയും കരിപ്പട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഇബ്രാഹിം സേട്ട് എഴുതി അയച്ചിട്ടുണ്ട്. ഇനി സീമ സേട്ട് പറഞ്ഞിരിക്കുന്നത് കലോങ്കിയോ ആണോ, കലോങ്കി കരിഞ്ജീരകത്തിന് സീമ സേട്ടിൻ്റെ ഫുൾ നെയിം അറിയില്ല. ഇവരുടെ ഫേസ്ബുക്ക് നെയിം സീമ സേട്ട് എന്നാണ്. അതാണ് ഞാൻ പറയുന്നത്. കലോഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ജീരകം. പിന്നെ മിരിയോ എന്ന് പറഞ്ഞാൽ കുരുമുളകിനെ മിരിയോ എന്നും പറയുന്നു. കാരിമിർച്ചി എന്ന് ഇബ്രാഹിം സേട്ട് പറഞ്ഞു. സീമ സേട്ട് പറഞ്ഞത് മിരിയോ എന്നാണ് പറഞ്ഞത്. പിന്നെ തൈരിനെ ഡൈ എന്ന് പറയും. ഡൈ എന്ന് പറയും തൈര്. പിന്നെ മാവിന് പറയുന്നത് ആട്ടോ മാവ്. ഇതെല്ലാം സീമ സേട്ട് പറഞ്ഞു തന്ന വാക്കുകളാണ്. ആട്ടോ എന്ന് പറഞ്ഞാൽ മാവ്. ഗവേഞ്ചോ ആട്ടോ, ചോക്കേജോ ആട്ടോ. ഗവേഞ്ചോ ആട്ടോ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി. ചോക്കേജോ ആട്ടോ എന്ന് പറഞ്ഞാൽ അരിപ്പൊടി, ഗോതമ്പ് മാവ്, അരിമാവ്. മിട്ടോ തേൽ നല്ലെണ്ണ. അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ചാസ് എന്ന് പറയും. മോരിനെ ചാസ് എന്നാണ് പറയുന്നതെന്നാണ് സീമ സേട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലുക്മാൻ സേട്ട് പറഞ്ഞിരിക്കുന്നത് മസ്കറ്റിൽ നിന്ന് ലുക്മാൻ സേട്ട് പറഞ്ഞിരിക്കുന്നത് അച്ചോ മിരിയോ എന്ന് പറഞ്ഞാൽ വൈറ്റ് പെപ്പറിനെ അച്ചോ മിരിയോ എന്നാണ് പറയുന്നതെന്നാണ് ലുക്മാൻ സേട്ട് പറഞ്ഞിരിക്കുന്നത്. കാരോ മിരിയോ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പെപ്പറിന് കാരോ മിരിയോ. മിരിയോഞ്ചോ ബൂക്നി എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി. മിരിയോഞ്ചോ ബൂക്നി എന്ന് വെച്ചാൽ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും വാക്കുകൾ കൂടുതൽ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ഇത്രയും വാക്കുകൾ കൂടി നമ്മുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് തിരുവനന്തപുരത്തുള്ള ഇബ്രാഹിം സേട്ട്, പിന്നെ മസ്കറ്റിലുള്ള സീമ സേട്ട്, കൊല്ലത്തുള്ള ഖലീൽ സേട്ട്, മസ്കറ്റിലുള്ള ലുക്മാൻ സേട്ട്. അപ്പം ഇപ്പോൾ പുതിയ പഠിച്ച വാക്കുകൾ നമുക്ക് പറയാം.
ചോക്കോ മസാല ജോ ദുക്കാൻ. ചോക്കോ മസാല ജോ ദുക്കാൻ എന്ന് പറഞ്ഞാൽ പലവ്യഞ്ജനക്കട, പലചരക്ക് കട. തേൽ എണ്ണ, ടോപ്രേജോ തേൽ വെളിച്ചെണ്ണ, മീഠോ തേൽ നല്ലെണ്ണ. നാരിയൽ ജോ തേലെന്നും പറയാം വെളിച്ചെണ്ണയ്ക്ക്. ഘീ നെയ്യ്. കാരിമിർച്ചി കുരുമുളക്. ഡൂങ്കിരി ചെറിയ ഉള്ളി, വഡ്ഡി ഡൂങ്കിരി സവാള വലിയ ഉള്ളി. ഗുഡ് കരിപ്പട്ടി, സെൽദിജോ ഗുഡ് ശർക്കര. ഗുഡ് കരിപ്പട്ടി, സെൽദിജോ ഗുഡ് ശർക്കര. പിന്നെ കലോഞ്ചി കരിഞ്ജീരകം. മിരിയം കുരുമുളക്. ഡൈ തൈര്. ആട്ടോ മാവ്, ഗവേഞ്ചോ ആട്ടോ ഗോതമ്പ് മാവ്, ചോക്കേജോ ആട്ടോ അരിമാവ്. മിഠോ തേൽ നല്ലെണ്ണ. ചാസ് മോര്. അച്ചോ മിരിയോ വൈറ്റ് പെപ്പർ. കാറോ മിരിയോ ബ്ലാക്ക് പെപ്പർ. മിരിയോ ജോ ബൂക്കിനി പെപ്പറിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ ഇത്രയും വാക്കുകൾ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ഇത്രയും വാക്കുകൾ കൂടി നമ്മൾക്ക് പഠിക്കാൻ പറ്റി നമ്മുടെ മെമ്പേഴ്സ് വഴി. ഞാനുണ്ടാക്കിയ ഒരു ലിസ്റ്റിൽ പെടാത്ത വാക്കുകൾ അവർ കണ്ടുപിടിച്ച് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് തന്നെ ഒരു പ്രോത്സാഹനജനകമാണ്. എനിക്കും ഒരു പ്രോത്സാഹനമാണ്. കാരണം ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ പലരും കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ ഭാഗത്ത് നിന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അവർ വാക്കുകൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അത് വളരെ സന്തോഷജനകമാണ്. ഇനിയും ഇതുപോലെ വാക്കുകൾ പലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് താഴെയും ചേർക്കാം, അടിയിൽ ചേർക്കാം. അതിന് അർത്ഥം എടുക്കാം, വാക്കുകളും അതിൻ്റെ അർത്ഥവും കൂടി എടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും പേരും എല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ അസ്സലാമു അലൈക്കും.